നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് പോരാട്ടം 6 മാസം പിന്നിടുകയാണ്. തുടക്കം മുതൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. പക്ഷേ ഗാസയ്ക്ക് ആവശ്യമായ സഹായമെല്ലാം ഇന്ത്യ എത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു നിലപാടും യുദ്ധം വേണ്ട എന്ന ഒരു നിലപാടുമാണ് ഇന്ത്യ തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ഹമാസ് പോരാട്ട വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യയെ തേടി ഇസ്രായേലിൽ നിന്നും ഒരു നന്ദി എത്തിയിരിക്കുകയാണ്. യുദ്ധസമയത്ത് ഇസ്രായേലിന് നൽകിയ പിന്തുണയ്ക്കും ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ച് ഒരു വ്യക്തി വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പൗരൻ മോറാനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഹമാസ് തീവ്രവാദ ആക്രമണത്തെ അതിജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമാവുന്നത്. ഈ സമയത്ത്, അതായത് ഈ യുദ്ധസമയത്ത് ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിന്നുവെന്നും മോറാൻ പറഞ്ഞു. പ്രതികൂല സമയത്തും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒക്ടോബർ 7 മുൻപും ഒക്ടോബർ 7 ശേഷവും ഇസ്രായേലിന് ഇന്ത്യ നൽകിയ പിന്തുണ അത് വളരെ വലുതാണ്. വർഷങ്ങളായി തുടരുന്ന ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു കാര്യം അറിയാം. ഇന്ത്യ ഇസ്രായേലിന്റെ യഥാർത്ഥ സുഹൃത്താണ്. ഇന്ത്യയിലെ സർക്കാരിന് പുറമെ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും നന്ദി അറിയിക്കുകയാണ്. ഇന്ത്യയുടെ കൂട്ടായ പിന്തുണ കിട്ടി. ആഗോളതലത്തിൽ ഇസ്രായേലിന്റെ ശബ്ദം ഉയർന്നു നിൽക്കുന്നതിന് ഇന്ത്യക്കും പങ്കുണ്ട്. എല്ലാ വേദികളും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ഇന്ത്യ ഞങ്ങൾക്കായി ശബ്ദം ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ നൽകുന്ന അചഞ്ചലമായ പിന്തുണയ്ക്കും കേന്ദ്ര സർക്കാരിനും ഇന്ത്യയിലെ ജനങ്ങളെയും നന്ദി അറിയിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന് നേരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായത് മുതൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത നിലപാട് വളരെ ശക്തമായിരുന്നുവെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർ ഗിലോൺ പ്രതികരിച്ചതും ശ്രദ്ധേയമാണ്. തുടക്കം മുതൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിന്നു. ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ആക്രമണമുണ്ടായ ദിവസം തന്നെ പ്രധാനമന്ത്രി സംഭവത്തെ ശക്തമായി അപലപിച്ചു. അന്നു മുതൽ ഇന്നുവരെ ഇന്ത്യൻ ജനത തങ്ങൾക്കൊപ്പമുണ്ട് എന്നത് സന്തോഷം നൽകുന്നുവെന്നും നൌർ ഗിലോൺ പറഞ്ഞു. അതേസമയം ഗാസയിലെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ആതുരാലയമാണ് അൽ ഷിഫ ആശുപത്രി. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസം സന്നദ്ധ പ്രവർത്തകരും UN ഉദ്യോഗസ്ഥരും ഫലസ്തീൻ സിവിൽ ഡിഫൻസും ആശുപത്രി സന്ദർശിച്ചിരുന്നു. അവർ അവിടെ കണ്ട കാഴ്ച നടുക്കുന്നതാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ കൊലപ്പെടുത്തിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉടലുകൾ വരെ ആശുപത്രിയിലെ മുറ്റത്തും ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ ചീഞ്ഞളിഞ്ഞതിന്റെ ദുർഗന്ധം വമിക്കുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. സ്ത്രീകളും കുഞ്ഞുങ്ങളും മുതിർന്നവരും അടക്കമുള്ളവരുടെ കൈകാലുകളും ശരീരഭാഗങ്ങളും പലയിടത്തുമായി കിടക്കുന്നു. ആശുപത്രി മുറ്റത്ത് കൂട്ടക്കുഴിയെടുത്ത് ഒരുമിച്ച് തള്ളിയ മൃതശരീരങ്ങൾ. മുമ്പ് കൊല്ലപ്പെട്ടവർക്ക് ആശുപത്രി വളപ്പിലൊരുക്കിയ ഖബറുകൾ ഇസ്രായേൽ ബുൾഡോസറുകൾ മാന്തിപ്പൊളിച്ച് പുറത്തിട്ട മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും അങ്ങിങ്ങായി കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.